കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ മുഖ്യമന്ത്രി സ്ഥാന ചർച്ചകൾ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ തന്നെ മുഖ്യമന്ത്രി പദത്തെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായതോടെ പാർട്ടിയുടെ അകത്തളങ്ങളിൽ ശക്തമായ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപപ്പെടുന്നുവെന്ന സൂചനകൾ വ്യക്തമാണ്. ഇതോടൊപ്പം ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ, ഘടകകക്ഷികളുടെ നിലപാട്, നേതാക്കളുടെ പ്രതികരണങ്ങൾ എല്ലാം ചേർന്ന് കോൺഗ്രസിനെ രാഷ്ട്രീയമായി ഏറെ നിർണായക ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കിയതുപോലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. പാർട്ടിയുടെ അച്ചടക്കവും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കാൻ ഈ നിലപാട് അനിവാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ നിലപാടിങ്ങനെ വ്യക്തമായിരിക്കെ ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ മറ്റൊരു കഥയാണ് പറയുന്നത്. മുൻ കെ.പി.സി.സി അധ്യക്ഷനായ വി.എം. സുധീരൻ പ്രതികരിച്ചത് ശ്രദ്ധേയമാണ്. എം.എൽ.എമാരിൽ നിന്ന് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതാണ് കോൺഗ്രസിന്റെ സ്വാഭാവിക രീതിയെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഇതിലൂടെ ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനത്തിനൊപ്പം തന്നെ ജനാധിപത്യ രീതിയും പാലിക്കേണ്ടതുണ്ടെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ അഭിപ്രായം കൂടി പരിഗണിക്കപ്പെടേണ്ടതാണെന്ന നിലപാട് കോൺഗ്രസിനുള്ളിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. അതേസമയം മുൻ മന്ത്രി കെ. ബാബു കൂടുതൽ സൂക്ഷ്മമായ നിലപാടാണ് സ്വീകരിച്ചത്. ജനാഭിലാഷം മനസ്സിലാക്കി നേതൃത്വം തീരുമാനമെടുക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇത് പാർട്ടിയുടെ പരമ്പരാഗത സമീപനത്തോടൊപ്പം തന്നെ ജനങ്ങളുടെ മനസ്സിലുള്ള പ്രതീക്ഷകൾക്കും പ്രാധാന്യം നൽകുന്ന സമീപനമാണ്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എം.എൽ.എ ആയിരിക്കണമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ കോൺഗ്രസുകാരനായിരിക്കും എന്ന മറുപടി ചർച്ചകളിലെ അനിശ്ചിതത്വം തന്നെ പ്രതിഫലിപ്പിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യതയുള്ള പേരുകളെ ചുറ്റിപ്പറ്റി പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പ് പോരാട്ടം ശക്തമാകുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ എന്നിവരെ ചുറ്റിപ്പറ്റിയാണ് പ്രധാന ചർച്ചകൾ. ഇവരിൽ ഓരോരുത്തർക്കും പാർട്ടിക്കുള്ളിൽ ശക്തമായ പിന്തുണയുണ്ട്. അതുകൊണ്ടുതന്നെ ഒരാളെ മുന്നോട്ട് കൊണ്ടുവരുന്നത് എളുപ്പമല്ലാത്ത രാഷ്ട്രീയ സമവാക്യമായി മാറിയിരിക്കുകയാണ്. ഇതിനിടെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി ചർച്ചകൾക്ക് കർശന വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി എല്ലാ നേതാക്കളെയും നേരിട്ട് ബന്ധപ്പെട്ട് ഈ നിർദ്ദേശം കൈമാറിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിനു മുൻപ് ഇത്തരം ചർച്ചകൾ പാർട്ടിക്ക് ദോഷകരമാകുമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. എന്നാൽ വിലക്കുണ്ടായിട്ടും ഗ്രൗണ്ടിലെ ചലനങ്ങൾ അവസാനിച്ചിട്ടില്ല. വിവിധ നേതാക്കൾക്ക് അനുകൂലമായി ഫ്ലെക്സുകളും പരസ്യങ്ങളും പ്രത്യക്ഷപ്പെടുന്നത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര മത്സരം തുറന്നുകാട്ടുന്നതാണ്. ചില വിഭാഗങ്ങൾ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കിയപ്പോൾ മറ്റു വിഭാഗങ്ങൾ രമേശ് ചെന്നിത്തലയ്ക്കായി പരസ്യ പിന്തുണ പ്രകടിപ്പിക്കുന്നു. അതേസമയം വി.ഡി. സതീശൻ അനുകൂലമായ അഭിപ്രായങ്ങൾ ഘടകകക്ഷികളിൽ പോലും ഉയരുന്നുവെന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസിലെ മറ്റു വിഭാഗങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഘടകകക്ഷികളായ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളും ഈ വിഷയത്തിൽ നിർണായകമാണ്. യു.ഡി.എഫിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ അവരുടെ അഭിപ്രായവും പരിഗണിക്കേണ്ടിവരും. അതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന നേതാക്കൾ അവരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുൻ കേന്ദ്രമന്ത്രി കെ. മുരളീധരൻ നടത്തിയ പരിഹാസ്യപരമായ പ്രതികരണം രാഷ്ട്രീയ ചർച്ചകളിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. തൃശൂർ പൂരത്തിലെ വെടിക്കെട്ടില്ലാതായതിന്റെ നിരാശ മാറ്റാൻ നടക്കുന്ന വെടിക്കെട്ടാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ചർച്ച എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പ്രതികരണം കോൺഗ്രസിലെ ആഭ്യന്തരാവസ്ഥയെ ലളിതമായി അവതരിപ്പിച്ചെങ്കിലും അതിനുള്ളിലെ ഗൗരവം വ്യക്തമാണ്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഹൈക്കമാൻഡിന് നിർണായക പങ്കുണ്ടെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇത്തവണത്തെ സാഹചര്യത്തിൽ ഘടകകക്ഷികളുടെ സമ്മർദ്ദം, ജനാഭിലാഷം, എം.എൽ.എമാരുടെ പിന്തുണ എല്ലാം ചേർന്നു വരുമ്പോൾ തീരുമാനമെടുക്കുന്നത് കൂടുതൽ സങ്കീർണമാകുന്നു. ഇതിനൊപ്പം സോഷ്യൽ മീഡിയയും ഈ ചർച്ചകളെ കൂടുതൽ സജീവമാക്കുന്നുണ്ട്. വിവിധ ഗ്രൂപ്പുകൾ അവരുടെ ഇഷ്ടപ്പെട്ട നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഡിജിറ്റൽ ക്യാമ്പയിനുകൾ നടത്തുന്നു. ഇത് പാർട്ടിക്കുള്ളിൽ കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഘടകമായി മാറിയിട്ടുണ്ട്. അവസാനം കോൺഗ്രസിന് മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ആരാണ് മുഖ്യമന്ത്രി എന്നതാണ്. എന്നാൽ അതിനുത്തരം ലഭിക്കാൻ ഇനി തെരഞ്ഞെടുപ്പ് ഫലം വരേണ്ടതുണ്ട്. മെയ് 4 വോട്ടെണ്ണൽ പൂർത്തിയായതിനു ശേഷം മാത്രമേ യഥാർത്ഥ രാഷ്ട്രീയ ചിത്രം വ്യക്തമാകൂ. അവസാന തീരുമാനം ഹൈക്കമാൻഡിന്റെ കൈകളിലാണെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ഗണിതം വളരെ സങ്കീർണമാണ്. കോൺഗ്രസിന്റെ ആഭ്യന്തര ഐക്യം നിലനിർത്തിക്കൊണ്ട് ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കി ജനാഭിലാഷം മാനിക്കുന്ന ഒരു തീരുമാനമെടുക്കുകയാണ് പാർട്ടിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി.